ഹായ് ലിൻ പ്രോഗ്രാമിംഗ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മിനിമലായിട്ടുള്ള ഒരു കൺസോൾ ആപ്ലിക്കേഷനാണ്. അത് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും അത് ഡിസ്പ്ലേ ചെയ്ത് കാണാനും റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കമാൻഡ് ലൈനിൽ കൂടെ ആയിരിക്കും ഇതിൽ ഇൻപുട്സ് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും. ഇപ്പോൾ അതിനായിട്ട് വളരെ ബേസിക്കായിട്ട് നമുക്കൊരു കമാൻഡ് ലൈൻ ഇൻപുട്ട് ഒരെണ്ണം എങ്ങനെ എടുക്കാം, അതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിവിടെ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, ആക്സെപ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഫങ്ഷൻ ആയിരിക്കും നമുക്ക് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തുള്ള ഓരോ വീഡിയോയിലും. ആദ്യം സിമ്പിളായിട്ട് ഒരു ഇൻപുട്ട് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. നമ്മളാദ്യം സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. ഇത് ഒന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ഈ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫങ്ഷനാണിത്. ഫങ്ഷൻ ഒരിക്കലും ഡയറക്റ്റ്ലി വർക്ക് ചെയ്യില്ല. നമ്മളത് കോൾ ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രോംപ്റ്റ് എന്നാണ് ഇതിന് പറയുക. അതായത് യൂസർ ഇൻപുട്ടിന് വേണ്ടി പ്രോഗ്രാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. നമ്മളിവിടെ നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നെയിം ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ നെയിം അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ നെയിം എന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ടും ഒരുമിച്ചാണ് വന്നത്. നമുക്കത് വേണമെങ്കിൽ അടുത്ത ലൈനിലേക്ക് ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കോളനോ എന്തെങ്കിലും കൊടുത്തിട്ട് സ്പേസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് മോഡിഫൈ ചെയ്തപ്പോൾ ഇവിടെ സ്പേസ് വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോഡിന് കുറച്ചും കൂടി റീഡബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് നമ്മൾ നെയിം മാത്രമല്ല ആക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൂടാതെ റോൾ നമ്പറും സ്റ്റുഡൻറ്റിൻ്റെ മാർക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ഒരു അഡീഷണൽ വേരിയബിൾസ് ഇതുപോലെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മാർക്കും കൂടി, നമ്മുടെ മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഒരു ടോട്ടൽ മാർക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് മൂന്നും ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിലൊക്കെ ഞാനിവിടെ ഒരു കോളനും സ്പേസും ആഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഇൻപുട്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നെയിം കൊടുക്കുന്നു, ഒരു റോൾ നമ്പർ കൊടുക്കുന്നു, ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ 3 വാല്യൂസും പ്രിൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് റെക്കോർഡ് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. നമുക്ക് സ്റ്റുഡൻറ്റ് റെക്കോർഡ് കീപ്പിങ്ങിൽ ആക്ച്വലി മൾട്ടിപ്പിൾ
റെക്കോർഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റ് ഡാറ്റ ആഡ് ചെയ്യാനായിട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു റെക്കോർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പ്രോഗ്രാം എക്സിറ്റ് ആയി പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല വേണ്ടത്. നമുക്കൊരു ഇൻപുട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അടുത്ത ഇൻപുട്ട് ആഡ് ചെയ്യണോ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഈ ഒരു ഫങ്ഷനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ബേസിക്കലി നമുക്ക് 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്ന് ആഡ്, 2 എന്ന് പറയുന്നത് ഷോ, അതായത് ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ ഫുൾ ഡിസ്പ്ലേ ചെയ്യിക്കണം. 3 എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ആഡ് കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് ചോദിക്കേണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻസിൽ ഒരു ഓപ്പറേഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കാൻ പോകുന്നത്. പിന്നിപ്പോൾ ഇത് നിങ്ങൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഒരു വെൽക്കം മെസ്സേജ്, വെൽക്കം ടു സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വെബ്സൈറ്റിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മിനി വേർഷനാണ്. ഇവിടെ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ അല്ലെങ്കിൽ കൺസോൾ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് ഈ 3 എണ്ണമാണ്: ആഡ്, ഷോ, ഡിലീറ്റ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം, ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മളൊരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഇൻപുട്ടിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കണം: പ്ലീസ് സെലക്ട് ദ ഓപ്പറേഷൻ വാണ്ട് ടു പെർഫോം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് മാത്രമേ നമുക്കിപ്പോൾ വരുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നമ്മൾ വേറെ അഡീഷണൽ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ കോഡൊന്നും എഴുതിയിട്ടില്ല. നമുക്കിനി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഈ നമ്മുടെ ഓരോ ഓപ്പറേഷൻസും എന്താണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു ഒറ്റ ലൈൻ ഞാനിവിടെ പ്രിൻ്റ് കൊടുക്കുകയാണ്. ഓപ്പറേഷൻസിൻ്റെ പേരാണ്. 1 എന്ന് പറയുന്നത് ആഡ് ആണ്, 2 എന്ന് പറയുന്നത് ഷോ ആണ്, 3 എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. ഈ ഓപ്പറേഷൻസ് നമ്മളിവിടെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ ഒറ്റ ലൈനിലാണ് പ്രിൻ്റ് ആയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൾട്ടിപ്പിൾ ലൈനാക്കാൻ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ /n എന്ന് കൊടുത്താൽ മതി. /n മീൻസ് അത് ഒരു ന്യൂ ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഈ സ്ലാഷിന് ഇതൊരു ബാക്ക്വേർഡ് സ്ലാഷാണ്. ഇതിന് പറയുന്നത് എസ്കേപ്പ് ക്യാരക്ടർ എന്നാണ്. അപ്പോൾ ഇതുപോലെ ന്യൂ ലൈൻ മാത്രമല്ല, ടാബ് കിട്ടാനും അങ്ങനെ പല കാര്യങ്ങൾക്കും പല എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. നമുക്കത് വഴിയെ പഠിക്കാവുന്നതാണ്. അതൊന്ന് ഞാൻ റൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ആഡ് ആണ്, 2 എന്ന് പറയുന്നത് ഷോ ആണ്, 3 എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. നമ്മൾ ഇവിടെയും ഒരു സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം അതൊന്ന് റീഡബിലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ
ഇവിടെ ഓപ്പറേഷൻ ഇവിടെ ആഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഇൻപുട്ട് ആക്ച്വലി സ്ട്രിങ് ആയിട്ടാണ്. നമ്മൾ 1 എന്ന് കൊടുത്താലും കൺസോൾ ഇൻപുട്ട് ബൈ ഡിഫോൾട്ട് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇൻറ്റിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള പോലെ ഇൻറ്റ് ഓഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ടൈപ്പ് കാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് ഓപ്പറേഷൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് റൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് പറഞ്ഞാൽ ഓപ്പറേഷൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് 1 ആണോ എന്ന്. 1 എന്ന് പറയുന്നത് നമ്മുടെ ആഡ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഇവിടെ. ഇതിൽ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള കോഡാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ കമൻറ്റ് ചെയ്ത കോഡ് വീണ്ടും മാറ്റുവാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ആഡ് ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ നെയിം കൊടുക്കുന്നു, റോൾ നമ്പർ കൊടുക്കുന്നു, മാർക്ക് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിൻ്റായി നമ്മുടെ ആപ്ലിക്കേഷൻ എക്സിറ്റ് ആയിപ്പോയി. ഒരു സിറ്റുവേഷനിൽ എക്സിറ്റ് ആയിപ്പോയി. പക്ഷേ നമുക്ക് ഇത് അങ്ങനെ എക്സിറ്റ് ആവാൻ പാടില്ല. നമുക്ക് വീണ്ടും ഇപ്പോൾ രണ്ടാമതൊരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പോൾ അതിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ വന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചതുപോലെ തന്നെ നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും ആഡ് ചെയ്യാൻ യൂസറിനെ പ്രോംപ്റ്റ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ഇൻപുട്ടും കൂടി ഇവിടെ കൊടുക്കുന്നതാണ്. മോർ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ മോർ ഇൻപുട്ട് വേണമെന്ന് ചോദിക്കാവുന്നതാണ്. ഈ വേരിയബിളിലാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ ആണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. മോർ എന്ന് പറയുന്ന വേരിയബിളിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ വൈ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഫംഗ്ഷൻ ആക്സെപ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി വീണ്ടും കോൾ ചെയ്യാവുന്നതാണ്. അല്ലാത്ത കണ്ടീഷനിൽ ഇൻപുട്ട് രണ്ടാമതിന് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ ആസ് എക്സിറ്റഡ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫൈനലി എൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് മാറ്റാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ തവണ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻ്റ് നമുക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻ സെലക്ട് ചെയ്യാനുള്ള വന്നിട്ടുണ്ട്. നമ്മൾ 1 കൊടുക്കുന്നു, നമ്മളുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, പിന്നെ ഇവിടെ മാർക്ക് കൊടുക്കുന്നു. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്ത പ്രോംപ്റ്റ് ആണ് വരുന്നത്. നേരത്തെ റണ്ണായ പോലെ അത് എക്സിറ്റ് ആവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റിൽ നമ്മൾ y എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അതേ പ്രോംപ്റ്റ് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും 1 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡാറ്റ ആഡ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് വരുന്നതാണ്. നമ്മളിവിടെ പകരം നോ ആണ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ എക്സിറ്റഡ്. ഇപ്പോൾ ഇത് ആണ് നമ്മുടെ
സ്റ്റുഡൻ്റ് ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ പാർട്ട്. ഇപ്പം ഇതിൽ നമ്മുടെ ആഡ് ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ആക്ച്വലി ആഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റെക്കോർഡ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യാനും അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും എന്നുള്ളത് കൊണ്ട് ഞാനത് ഓരോ പാർട്ട് വീഡിയോയിലായിരിക്കും ഇതിൽ ഓരോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ഈ കോഡെല്ലാം ഇതിൻ്റെ ബാക്കി കോഡിംഗ് ആയിരിക്കും ഓരോരോ വീഡിയോയിലും ചെയ്തു വരുന്നത്. നിങ്ങൾ ഇത് കോഡ് ജിറ്റ്ഹബിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന ഒന്നാണ് ഇതുവരെയുള്ള കോഡ് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോംപ്റ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എക്സിറ്റ് അടിക്കണമെങ്കിൽ Ctrl+C അടിച്ചാൽ മതി. അത് കീബോർഡ് ഇൻട്രപ്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് ഒന്നുകൂടി പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസും കൂടി ഫോളോ ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.